ആരോഗ്യമുള്ള ഒരു ശരീരത്തെയും ജീവിതത്തെയും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെയും നശിപ്പിക്കുന്ന ഏറ്റവും ദാരുണമായി നമ്മെ ഇല്ലാതാക്കുന്ന ഒരു വസ്തുവാണ്. അവർക്ക് കഴിയണം. ഞാനിവിടെ രജിസ്ട്രാറിനോട് ചോദിക്കായിരുന്നു, പെൺകുട്ടികളാണ്, കേസ് സ്കൂളിലാണ്, അവർ പുകയുടെ ചോദിക്കുന്നവരല്ല, പോകുന്നില്ല. ആശാപ്രവർത്തകർ, നമ്മുടെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കൊച്ചു കൂട്ടുകാർ, അവര് വേണം ഇതിന്റെ നേരെ പുലർത്തിക്കൊണ്ടുപോവാൻ. നമ്മുടെ പുകയില വിരുദ്ധ പ്രതിജ്ഞ. സിഗരറ്റ്, ബീഡി, പാൻ മസാല തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ മരണത്തിലേക്ക് നയിക്കാവുന്ന ധാരാളം മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. പുകയില ഉപയോഗം മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കുമുള്ള ചവിട്ടുപടി കൂടിയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ ശരീരത്തിലെത്താൻ കാരണമാകുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനം കമ്മിറ്റി ചെയർമാൻ സഹപ്രവർത്തകർ സംഘവും, അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയായ ശ്രീജദേവ ടീച്ചർ, വർഗീസ് സാറ്, മിശ്ര, എച്ച് മിശ്ര ബേഗം, അതുപോലെ തന്നെ ബിന്ദു മേഡം, അതുപോലെ സുധീർ സാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പുകയിലയുടെ ആസക്തി എത്രത്തോളം നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ്. 2030 കൂടിയെങ്കിലും ഏറെക്കുറെ പുകയിലയുടെ നടത്താനിരുന്ന പരിപാടിയാണ് 2-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നത്. പുകയില വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പുകയിലയുടെ ഉപയോഗം മൂലം ക്യാൻസർ എന്ന മഹാ ഒരു ദോഷാണ് സമൂഹത്തിലുള്ളത്. അത് നമ്മുടെ എല്ലാവരുടെയും അധ്യക്ഷൻ ശ്രീ അനിൽ എന്റെ സഹപാഠി കൂടിയാണ്. ഡിഗ്രിക്ക് ഞങ്ങൾ 3 വർഷം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആ കലാലയത്തിൽ വളരെ സുഹൃത്തുക്കളായി കൂടി വ്യക്തികളാണ്. ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സുഹൃത്ത് സഹോദരൻ തുല്യനായ ഉഷാദ്, കുതിരകുളം മെമ്പർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, പ്രിയപ്പെട്ട SPC കളക്ടർ, മറ്റു കുട്ടികളെ കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും ഈ സ്കൂളിലെ അധികൃതരും സ്കൂൾ അധ്യാപകരും അതുപോലൊപ്പം തന്നെ നിങ്ങൾ ഓരോ സ്റ്റുഡൻസും അതിന്റെ ഒരു പ്രാധാന്യം വളരെയധികം ഉൾക്കൊണ്ടുകൊണ്ടാണ് 2-3 ദിവസങ്ങൾക്ക് ശേഷവും ഈ പ്രോഗ്രാം ഇത്ര നന്നായി ഇവിടെ അറേഞ്ച് ചെയ്തു. ഇത്തരം പ്രോഗ്രാമുകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അപബോധ ക്ലാസുകളും മറ്റുമൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ കൈകളിലൂടെയാണ് വളർന്നു വരുന്നത്. നമ്മുടെ മക്കളും അതുപോലെ വളർന്നു വരുന്ന സമൂഹവും എല്ലാം ഓരോ കുടുംബത്തിൽ നിന്നുമാണ് ഓരോ സമൂഹം കെട്ടിപ്പിടിക്കേണ്ടതും അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരു പുകയില വിരുദ്ധ രാജ്യമാക്കി മാറ്റേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമായി. സ്വാഗതം അരുളിയ നമ്മുടെ സ്കൂളിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബീഗം ശ്രീജമ്മ,